ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കി. കേരളത്തിന്റെ ഈയൊരു ക്ലെയിം കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു സംശയം തോന്നും, ശരിക്കും ഇത് നടക്കുമോ? അപ്പോൾ ഈയൊരു ചരിത്രപരമായ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? നമുക്കതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്നോർത്തു നോക്കൂ, 2025 നവംബർ 1 കേരളപ്പിറവി ദിനം. അന്ന് കേരളം നടത്തിയ ആ പ്രഖ്യാപനം ശരിക്കും ഒരു ചരിത്രമായിരുന്നു. എന്താണെന്നല്ലേ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാനം പറയുകയാണ്, ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതരായിരിക്കുന്നു എന്ന്. അതായത് 4 കൊല്ലം നീണ്ടുനിന്ന ഒരു വലിയ പ്രോഗ്രാമിന് ശേഷം ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കെന്താണെന്നറിയാമോ? ഒറ്റയക്കം 0. സിമ്പിളായി പറഞ്ഞാൽ ഒരൊറ്റ കുടുംബം പോലും അതിദാരിദ്ര്യത്തിൽ ഇല്ലത്രേ. ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നും, അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ലോകത്തെ എല്ലായിടത്തും ദാരിദ്ര്യം ഇത്ര വലിയൊരു പ്രശ്നമായി നിൽക്കുമ്പോൾ കേരളത്തിന്റെ ഈയൊരു വാദം, ഇതിലെത്രത്തോളം സത്യമുണ്ട്? ഇതിനു പിന്നിലെ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രഖ്യാപനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ക്ലിയറാക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വാക്ക് അതിദാരിദ്ര്യം. എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേൾഡ് ബാങ്കിന്റെ ഒരു ഡെഫിനിഷനുണ്ട്. അതനുസരിച്ച് ഒരാൾ ഒരു ദിവസം $3 താഴെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വന്നാൽ അതാണ് അതിദാരിദ്ര്യം. ശരിക്കും പറഞ്ഞാൽ അതിജീവനം തന്നെ ഒരു വലിയ വെല്ലുവിളിയാകുന്നൊരവസ്ഥ. ഈയടുത്താണ് അവർ ഈ ലിമിറ്റ് $2.15 നിന്ന് $3 കൂട്ടിയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ $3 എന്നത് എല്ലാ രാജ്യത്തും ഒരുപോലെയല്ല. അതെന്താന്ന് വെച്ചാൽ അമേരിക്കയിലെ $3 അതേ മൂല്യമല്ലല്ലോ ഇന്ത്യയിൽ. ഇവിടെയാണ് PPP, അതായത് പർച്ചേസിംഗ് പവർ പാരിറ്റി വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഓരോ രാജ്യത്തെയും വില നിലവാരം അനുസരിച്ച് ഈ തുക മാറും. അപ്പോൾ ഇന്ത്യയിൽ ആ തുക കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്ക് വരുന്നത്. പക്ഷേ ഇന്ത്യയും കേരളവും വെറും പൈസയുടെ കണക്ക് മാത്രമല്ല നോക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് MPI, അതായത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ, ഇങ്ങനെ ഏകദേശം 12 കാര്യങ്ങൾ നോക്കിയാണ് ദാരിദ്ര്യം അളക്കുന്നത്. ശരിക്കും ദാരിദ്ര്യത്തിന്റെ ഒരു കംപ്ലീറ്റ് ഡാഷ്ബോർഡ് എന്ന് തന്നെ ഇതിനെ പറയാം. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെ കേരളം ഈ നേട്ടം കൈവരിച്ചു? വെറുതെ ഒരു പ്രഖ്യാപനം നടത്തിയതാണോ? അല്ല. ഇതിനു പിന്നിൽ 2021 തുടങ്ങിയ ഒരു വലിയൊരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് EPEP, അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. വെറുതെ കുറച്ച് പണം കൊടുക്കുകയായിരുന്നില്ല ഇവർ ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ ശരിയായ ആളുകളെ കണ്ടെത്തിയതും സഹായിച്ചതും? നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആളുകളെ കണ്ടെത്തിയ രീതിയായിരുന്നു. മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു ഓർഡർ ആയിരുന്നില്ല, പകരം താഴെ നിന്ന് മുകളിലേക്കായിരുന്നു. അതായത് വാർഡ് സഭകളിലൂടെയും വീടുകൾ തോറും കയറിയിറങ്ങിയും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ഏറ്റവും അർഹരായ 64,006 കുടുംബങ്ങളെ കൃത്യമായി കണ്ടെത്തി. എന്നിട്ടോ ഓരോ കുടുംബത്തിനും വേണ്ടി അവരുടെ പ്രശ്നം എന്താണോ അതിനനുസരിച്ചുള്ള പ്രത്യേക മൈക്രോ പ്ലാനുകളുണ്ടാക്കി. ഇവിടെയാണ് ഈ പദ്ധതിയുടെ പവർ നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും വെറുതെ കുറച്ച് കാശ് കൊടുക്കുന്നൊരു പരിപാടിയായിരുന്നില്ല, ഒരു കംപ്ലീറ്റ് പാക്കേജായിരുന്നു. എങ്ങനെയെന്നല്ല, വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ വഴി വീട് കൊടുത്തു. ഭക്ഷണം കിട്ടാത്തവർക്ക് അത് ഉറപ്പാക്കാൻ സംവിധാനങ്ങളുണ്ടാക്കി. പിന്നെ റേഷൻ കാർഡോ ആധാർ കാർഡോ ഇല്ലാത്തവർക്ക് അവകാശം അതിവേഗം എന്നൊരു ക്യാമ്പയിനിലൂടെ അതെല്ലാം റെഡിയാക്കി കൊടുത്തു. ജോലിയില്ലാത്തവർക്ക് കുടുംബശ്രീ വഴി ട്രെയിനിങ് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഓരോ ആളുടെയും പ്രശ്നം എന്താണോ അത് കണ്ടുപിടിച്ച് പരിഹാരം കണ്ടു. ഇതിൻ്റെയൊക്കെ ഒരു റിയൽ ലൈഫ് ഇമ്പാക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ശിവകുമാറിനെ പോലുള്ളവരുടെ കഥ കേൾക്കണം. ഷുഗർ കൂടി കാലുകളും വിരലുകളുമൊക്കെ നഷ്ടപ്പെട്ട് ഒരു ചെറിയ മുറിയിൽ മകനുമായി ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ പദ്ധതി വന്നതോടെ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വീടായി, ചികിത്സ കിട്ടി, മകന്റെ പഠനത്തിന് സഹായവും കിട്ടി. ജീവിതം തിരിച്ചുകിടിച്ച ഒരാളുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലെയിം വരുമ്പോൾ തീർച്ചയായും സംശയങ്ങളും എതിരഭിപ്രായങ്ങളും ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഉയർന്നു വന്ന ചില മിത്തുകളും അതിന് പിന്നിലെ ഫാക്റ്റുകളും എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമത്തെ മിത്ത്, സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാദമാണിത്. ഇതൊക്കെ വെറും തട്ടിപ്പാണ്, പുറത്തിറങ്ങി നോക്കിയാൽ ഇപ്പോഴും പാവപ്പെട്ടവരെ കാണാമല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയാൻ പറ്റുന്നത്? ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ വിമർശനം വരുന്നത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ്. EPP എന്ന ഈ പ്രോഗ്രാം ടാർഗറ്റ് ചെയ്തത് ആരെയാണെന്നോ? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയുമില്ലാത്ത, ചിലപ്പോൾ കിടപ്പിലായ, വരുമാനമോ സ്വത്തോ ഇല്ലാത്ത ആളുകളെയാണ്. അല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരെയുമല്ല. ഈയൊരു വ്യത്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്.
ഓക്കെ, ഇനി രണ്ടാമത്തെ മിത്ത്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. കേരളം രക്ഷപ്പെട്ടത് ഗൾഫ് പണം കൊണ്ടാണ്, അല്ലാതെ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം കൊണ്ടുമല്ല. ഈ വാദത്തിലും കാര്യമുണ്ടോ? ഗൾഫ് പണം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ പണം ആർക്കാണ് കിട്ടുന്നത്? ഗൾഫിൽ പോയവരുടെ കുടുംബക്കാർക്ക്. അല്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് സഹായിക്കാൻ ബന്ധുക്കളോ കൂട്ടുകാരോ ഇല്ലാത്ത പാവപ്പെട്ടവരിലേക്ക് ഈ പണം എത്തുന്നുണ്ടോ? ഇല്ല. EPEP എന്ന പ്രോഗ്രാം കൃത്യമായി കണ്ടെത്തി സഹായിച്ചത് ഇങ്ങനെയുള്ള അദൃശ്യരായ പാവങ്ങളെയാണ്. ഇനി മൂന്നാമത്തെ മിത്ത്. ഇത് കുറച്ചുകൂടി സീരിയസ് ആയ ഒരു ആരോപണമാണ്. അതായത് ഈ പ്രോഗ്രാം ആദിവാസി ദളിത് വിഭാഗങ്ങളെപ്പോലുള്ളവരെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന്. പക്ഷേ ഇതിന്റെ ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ, ആദിവാസി വിഭാഗങ്ങൾക്കായിട്ട് ഓൾറെഡി വേറൊരു പദ്ധതിയുണ്ട്, അഗതിരഹിത കേരളം എന്നു പേരിൽ. അപ്പോ ഒരു പദ്ധതിയിൽ നിന്ന് സഹായം കിട്ടുന്നവരെ തന്നെ വീണ്ടും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് EPP ലിസ്റ്റിൽ അവരുടെ എണ്ണം കുറഞ്ഞത്. അല്ലാതെ അവരെ അവഗണിച്ചതുകൊണ്ടല്ല, മറിച്ചിതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. ഇനി അവസാനത്തെ 4ാമത്തെ മിത്ത്. ഇത് ഡേറ്റ വെച്ചുള്ള കളിയാണ്. അതായത് നിതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ഈ 0 ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇവിടെയാണ് നമ്മൾ ടൈം ലൈൻ ശ്രദ്ധിക്കേണ്ടത്. നിതി ആയോഗ് ഈ കണക്ക് പുറത്തുവിട്ടത് 2019-21 കാലഘട്ടത്തിലെ ഡേറ്റ് വെച്ചിട്ടാണ്. ആ കണക്ക് ശരിയാണ്, അന്ന് കേരളത്തിൽ 0.55% ദാരിദ്ര്യമുണ്ടായിരുന്നു. എന്നാൽ SAPP എന്ന ഈ പ്രോഗ്രാം തുടങ്ങിയത് എന്തിനാണെന്നോ? കൃത്യമായി ആ 0.55% ആളുകളെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. സിമ്പിളായി പറഞ്ഞാൽ പഴയൊരു റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ പുതിയ നേട്ടത്തെ പലരും എതിർക്കുന്നത്. അപ്പോ ഈ മിത്തുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? കേരളത്തിന്റെ ഈ നേട്ടത്തിന്റെ പരിമിതികളും അതിൽ നിന്നുള്ള പാഠങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. EPP പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ദേശീയ ശരാശരി 11% കേരളത്തിലേത് വെറും 0.55%. അപ്പോൾ ശരിക്കും ആ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു അവസാനത്തെ തള്ളായിരുന്നു ഈ പദ്ധതിയെന്ന് പറയാം. പക്ഷേ ഈ വിജയം ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മറക്കരുത്. ഇനിയുമുണ്ട് വെല്ലുവിളികൾ. മാനസിക ആരോഗ്യത്തിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഇപ്പോഴും കുറവാണ്. ഉൾവനങ്ങളിലുള്ള ആദിവാസി സമൂഹങ്ങളിലേക്കെത്താൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. ആശാവർക്കർമാരെപ്പോലുള്ളവർക്ക് കിട്ടുന്ന കുറഞ്ഞ ശമ്പളം പോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി, ഈ വിജയം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഒരസുഖം വന്നാലോ ജോലി പോയാലോ ആളുകൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വീഴാം. അതുകൊണ്ട് നിരന്തരമായൊരു ശ്രദ്ധ ഇവിടെ അത്യാവശ്യമാണ്. അപ്പോൾ അവസാനം ഒരൊറ്റ ചോദ്യം ബാക്കിയാവുന്നു. കേരളത്തിന്റെ ഈ നേട്ടം ഇത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒരു ദുർബലമായ വിജയമാണോ, അതോ ദാരിദ്ര്യത്തിനെതിരെ പോരാടുന്ന ലോകത്തിന് മുഴുവൻ അനുകരിക്കാൻ പറ്റുന്ന ഒരു പുതിയ മോഡലാണോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ കാലം തന്നെ പറയേണ്ടിവരും. ആ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു.